സജീവൻ ഞാൻ ഈ കഴിഞ്ഞ തവണ നാട്ടിൽ പോയപ്പോൾ ഒരു പ്രായമുള്ള എന്താ ചന്തയിൽ പോയി. അപ്പോൾ പ്രായമുള്ള അമ്മയോട് ചോദിച്ചു ആർക്ക് വോട്ട് ചെയ്യുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു, മോനെ ഇവിടെ ഈ പട്ടികളെ ഓടിച്ചുവിടാൻ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ അവർക്ക് വോട്ട് ചെയ്യും എന്ന് പറഞ്ഞാൽ തെരുവുനായ പ്രശ്നം അവിടെ പ്രശ്നമുണ്ട്. തെരുവുനായ പ്രശ്നം, കുടിവെള്ള പ്രശ്നം, റോഡ്, വൈദ്യുതി തുടങ്ങിയ 1000 കൂട്ടം പ്രശ്നങ്ങളുണ്ട്. അതാകുമോ തദ്ദേശത്തിൽ കാര്യം തീരുമാനിക്കുക, അതോ നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത ജമാഅത്തെ ഇസ്ലാമി അല്ലെങ്കിൽ ആരൊക്കെയോ വർഗീയമാകുന്നു, SDP വൽക്കരിക്കപ്പെടുന്നു, PM ശ്രീ കുറച്ചുകൂടി വിശാലമായ രാഷ്ട്രീയ പ്രശ്നങ്ങളാകുമോ വോട്ടാവുക? സജീവൻ. തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ എക്കാലത്തും അവിടുത്തെ പ്രാദേശിക പ്രശ്നങ്ങളാണ് സാധാരണഗതിയിൽ ആളുകൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കുക. അത് മാത്രമാണ് എന്നല്ല, അതിനാണ് കൂടുതൽ ഊന്നൽ കൊടുക്കുക. താങ്കൾ പറഞ്ഞ പോലെ പട്ടിശല്യം, അതേപോലെ റോഡിൻ്റെ പ്രശ്നങ്ങൾ, ഇതൊക്കെ ആയിരിക്കും. പിന്നീട് വ്യക്തികളോടുള്ള ബന്ധം, അത് ആ ഓരോ വാർഡിലും മത്സരിക്കുന്ന വ്യക്തി, ആ വ്യക്തിക്കുള്ള സ്വാധീനം കുറേയൊക്കെ ഉണ്ടാകും. പക്ഷേ അതേസമയം തന്നെ മറ്റ് കാര്യങ്ങൾ കൂടിയുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷവും നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷവും ഉണ്ടായ പരാജയത്തിൻ്റെ തിരിച്ചടിയുടെ പ്രതികരണമായിട്ട് UDF നേതാക്കന്മാർ പറഞ്ഞൊരു കാര്യമുണ്ട്. അത് കിറ്റ് കൊടുത്ത് നേടിയ വിജയമാണ് എന്ന്. അത് യാഥാർത്ഥ്യമാണ്. കിറ്റ് കൊടുത്ത് നേടിയ വിജയമാണ്. ഇപ്പോൾ പറഞ്ഞ ബീഹാറിൽ, ഇപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ, ബീഹാറിൽ എങ്ങനെയാണ് ഇത്രയും നേട്ടമുണ്ടാക്കിയത്? അവിടെ ജനങ്ങൾക്ക്, സ്ത്രീകൾക്ക് ഉൾപ്പെടെ കൊടുത്തിട്ടുള്ള വളരെ ഉന്നതമായ കുറേ വാഗ്ദാനങ്ങളുണ്ട്. അതിനെ മറികടക്കുന്ന വാഗ്ദാനങ്ങളൊന്നും നൽകാൻ ഈ കോൺഗ്രസ് നയിക്കുന്ന അല്ലെങ്കിൽ RJD നയിക്കുന്ന മുന്നണിക്ക് പറ്റിയിട്ടില്ല. അവിടെ വോട്ട് ചോരി പ്രശ്നം മാത്രം പറഞ്ഞു തന്നു. ജനങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, അവർക്ക് 1000 രൂപ കിട്ടുന്നൊരവസ്ഥയുണ്ടാകുമോ ഇല്ലയോ എന്നുള്ളതൊക്കെയാണ്. ഇപ്പം ഇവിടെ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചു, അത് ജനങ്ങളെ സ്വാധീനിക്കുന്ന പ്രശ്നമാണ്. അതേപോലെ സ്ത്രീകൾക്ക് മാസം തോറും 1000 രൂപ കിട്ടുന്ന ഒരവസ്ഥയുണ്ടാകുമ്പോൾ അവർ അത് സ്വാധീനിക്കും. അതേപോലെ തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ രൂപത്തിൽ അവിടെ പ്രാദേശിക സംഭവങ്ങളും സ്വാധീനിക്കുന്നുണ്ട്. ഇവിടെ താങ്കൾ ആദ്യം തന്നെ ചോദിച്ചൊരു ചോദ്യം, എന്നോട് ചോദിച്ചതല്ല, ഈ സന്ദീപിനോടൊക്കെ ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ, പിന്നെ അത് അസ്കറിനോട് ചോദിച്ച ചോദ്യം, അവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് ഇപ്പോൾ പ്രശ്നം ഉയർത്തുന്നത്? ഈ പ്രശ്നത്തിൽ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമുണ്ട്. അത് സാമുദായിക വോട്ട് നേടുക തന്നെയാണ്. അത് 2021 ഈ LDF പയറ്റി തെളിഞ്ഞൊരു കാര്യം കൂടിയാണ്. കാരണം ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ടിനെ കുറിച്ച് താങ്കൾ പറഞ്ഞത് വളരെ കൃത്യമാണ്. അതൊരു കുറഞ്ഞ നെഗ്ലിജിബിളായിട്ടൊരു എണ്ണം മാത്രമേ ഉള്ളൂ. പക്ഷേ അത് വെച്ചുകൊണ്ട് സുന്നി വിഭാഗത്തിൽ, പ്രത്യേകിച്ച് EK വിഭാഗത്തിൻ്റെ ഒരു മുഷാവറയിൽ അവർ പലപ്പോഴും പറയാറുള്ള കാര്യം, അവർ ആവർത്തിച്ച് പറയുന്ന കാര്യം, RSSനെ പോലെ തന്നെ തള്ളിക്കളയേണ്ട, ഒരിക്കൽ പോലും അടുപ്പിക്കാൻ പറ്റാത്ത വർഗീയവാദികളാണ് ജമാഅത്തെ ഇസ്ലാമി എന്നുള്ളതാണ്. അതാണ് അവരുടെ ഒരു കൃത്യമായ നിലപാട്. അതോടൊപ്പം തന്നെ SDP കുറിച്ച് NDFനെ കുറിച്ചൊക്കെ ഉള്ള നിലപാട് അതാണ്. അപ്പം അങ്ങനെയുള്ള നിലപാടുള്ള ഒരു വിഭാഗം, എല്ലാ സമസ്തക്കാരും അതേപോലെയാണെന്നല്ല, ലീഗിനെ പിന്തുണയ്ക്കുന്ന നല്ലൊരു ശതമാനം ആളുകളുണ്ട്. അതേ സമയത്ത് തന്നെ ഇപ്പോൾ കഴിഞ്ഞ മുക്കം ഉമർ ഫൈസി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ കഴിഞ്ഞ ദിവസം പോലും പത്രത്തിൽ വാർത്ത വന്നു. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമി വോട്ട് പറഞ്ഞുകൊണ്ട്, ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ പിന്തുണക്കാര്യം പറഞ്ഞുകൊണ്ട് EK വിഭാഗത്തിൽ നല്ലൊരു ശതമാനത്തിൻ്റെ വോട്ട് നേടിയെടുക്കുക തന്നെയാണ് ഇതിന് പിന്നിലുള്ള ലക്ഷ്യം. അതിന് വേണ്ട എല്ലാ ശ്രമങ്ങൾ അവർ നടത്തുന്നുണ്ട്. അതേ ഘട്ടത്തിൽ തന്നെ നമുക്ക് ഒരിക്കൽ പോലും തള്ളിക്കളയാൻ പറ്റാത്ത ഒരു കാര്യമാണ് ശബരിമല പ്രശ്നം. ശബരിമല പ്രശ്നം വന്ന് ഇപ്പം വാസുവും അത് കഴിഞ്ഞിട്ട് പത്മകുമാറും കഴിഞ്ഞും മുന്നോട്ടേക്ക് പോകുന്ന ഒരവസ്ഥയുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു തിരിച്ചടിയുണ്ട്. ആ തിരിച്ചടിയൊക്കെ നേരിടാൻ വേണ്ടിയിട്ട്, അതിനെ മറികടക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അപ്പോൾ LDF നടത്തുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, താങ്കൾ നേരത്തെ സന്ദീപിനോട് ചോദിച്ച പോലെ തമ്മിലടി ഇല്ലായിരുന്നുവെങ്കിൽ ഈ ഭരണവിരുദ്ധ വികാരങ്ങളും മറ്റ് പ്രശ്നങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് UDFന് മുന്നോട്ടേക്ക് വരാൻ പറ്റുമായിരുന്നു. സന്ദീപ് എത്രമാത്രം തമ്മിലടി ഇല്ല എന്ന് പറഞ്ഞാൽ പോലും നമുക്കറിയാം, നാട്ടിലുള്ള എല്ലാ സ്ഥലങ്ങളിലും ഈ കോൺഗ്രസ്സുകാർ തമ്മിലും ലീഗുകാരും കോൺഗ്രസ്സുകാരും തമ്മിലുള്ള ഈ തമ്മിലടി വളരെ ഭീകരമായ രൂപത്തിൽ പോകുന്നുണ്ട്. അതവർക്ക് ഏതായാലും നല്ല കാര്യമല്ല. ഇനി അങ്ങോട്ടേക്ക് ഐക്യപ്പെടാൻ അവർക്ക് കഴിഞ്ഞാൽ, ഐക്യമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല, ഐക്യപ്പെടാൻ അവർക്ക് കഴിഞ്ഞാൽ അതവർക്ക് നേട്ടമുണ്ടാക്കും. BJPയുടെ കാര്യം നമ്മൾ പറയേണ്ടതില്ല. BJP തിരുവനന്തപുരത്തുള്ള ഈ 2 ആത്മഹത്യകളെക്കുറിച്ച് താങ്കൾ പറഞ്ഞില്ലേ, മറ്റ് പല സ്ഥലങ്ങളിൽ നടക്കുന്ന അടിയെക്കുറിച്ച് പറഞ്ഞില്ലേ, 8000 സീറ്റുകളിലേക്ക് മത്സരിക്കാൻ ആളില്ലാതാവുന്ന പ്രശ്നം. സന്ദീപ് പറഞ്ഞ പോലെ LDFുമായിട്ട് ചേർന്നിട്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പലപ്പോഴും അതിന് പോലും പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. നേതൃത്വത്തിൻ്റെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ
ഒരു ഗുണമൊന്നും BJPക്ക് ഇപ്പോൾ കാണിക്കാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യം Yes. യാഥാർത്ഥ്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.